മുല്ലപ്പള്ളി രാമേന്ദ്രനെതിരെ നാദാപുരത്ത് വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നാദാപുരം നിയോജക മണ്ഡലത്തിലെ വാണിമേൽ, വളയം, പാറക്കടവ്, തൂണേരി, കല്ലാച്ചി, നാദാപുരം ഭാഗങ്ങളിലാണ് വ്യാപകമായി പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. മുല്ലപ്പള്ളി നാദാപുരത്ത് മത്സരിച്ചേക്കും എന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് ഈ പ്രതിഷേധം. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണ്ടും മത്സരിക്കുന്നു എന്ന വാർത്ത ഇങ്ങനെ ഏറിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. അതിനിടയിലാണ് വലിയ പ്രതിഷേധങ്ങൾ, പോസ്റ്ററുകളൊക്കെ ഉയരുന്നത്. മുല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി വരെ ആയ ഒരാൾ കൂടിയാണ്. സ്വാഭാവികമായിട്ട് മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണമെന്നുള്ളൊരാവശ്യം, യുവതയ്ക്ക് അവസരം കൊടുക്കണമെന്നുള്ളൊരാവശ്യം കൂടി കോൺഗ്രസിൽ ഉയരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണോ പോസ്റ്റർ? എന്താണ് പോസ്റ്ററിൽ പറയുന്നത്? മുല്ലപ്പള്ളിയാണ് നാദാപുരത്തെങ്കിൽ നിരന്തരം അതേ തോൽപ്പിച്ചിരിക്കും, നാദാപുരത്തിന് മുല്ലപ്പള്ളി വേണ്ട ആ രീതിയിലുള്ള വാചകങ്ങളാണ് പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ നാദാപുരം നിയോജകമണ്ഡലത്തിലെ വാണിമേൽ, വളയം, പാറക്കടവ്, തൂണേരി, കല്ലാച്ചി, നാദാപുരം മേഖലയിൽ ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുല്ലപ്പള്ളി നാദാപുരത്തിൽ മത്സരിച്ചേക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് തന്നെ പ്രതികരണം, മത്സരിക്കാൻ താല്പര്യം അറിയിച്ചുള്ള ഒരു പ്രതികരണം കൂടി വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുല്ലപ്പള്ളിക്കെതിരെ വലിയ രീതിയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോൾ നാദാപുരം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നേരത്തെ അഴിയൂരിലും സമാന രീതിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നതിനെതിരെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ നാദാപുരം മണ്ഡലത്തിലെ മറ്റു മേഖലകളിൽ കൂടി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ അദ്ദേഹം 2 തവണ കേന്ദ്രമന്ത്രിയായതും 7 തവണ MP ആയതും അതടക്കമുള്ള KPC പ്രസിഡന്റ് ആയതടക്കമുള്ള അദ്ദേഹത്തിന് പാർട്ടി നൽകിയ പരിഗണനകളൊക്കെ തന്നെ വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി വിശ്രമ ജീവിതം നയിക്കട്ടെ എന്നുള്ളതാണ് പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും മുല്ലപ്പള്ളി മത്സരിക്കാൻ സാധ്യതയുണ്ട്, ആ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ മുല്ലപ്പള്ളി മത്സരിക്കുന്നതിനെതിരെ വിവിധ മേഖലകളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്.